നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി കൊച്ചിയിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ നടന്ന 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കേരളം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഏകദേശം ആൻറ്റി ഇൻകംബൻസി അല്ല ഒരിടത്ത്, അതായത് ബംഗാളിലും തമിഴ്നാട്ടിലും നടന്ന ഒരു തരത്തിൽ പറഞ്ഞ വിസ്മയമാണ് നമ്മളുടെ പൊതു ചർച്ചാ വിഷയം. ദേശീയമായി ബംഗാളിൽ നടന്ന SIR ഉപയോഗിച്ചും സെൻട്രൽ ഫോഴ്സിനെ ഉപയോഗിച്ചും നടത്തിയ ഇലക്ഷനിലെ ബി ജെ പിക്ക് മഹാഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നു. മമത അത് അംഗീകരിക്കുന്നില്ല. TMCയുടെ ചീഫ് മിനിസ്റ്റർ രാജിവെക്കുന്നില്ല എന്ന് പറയുന്നു. ഇത് എനിക്ക് ഓർമ്മ വരുന്നത് സർ, 80s താങ്കൾ അസാമിലുണ്ടായിരുന്നപ്പോൾ ഹിതേശ്വർ സൈക്കിയ അസം അജിറ്റേഷൻ കാലത്ത് ഹിതേശ്വർ സൈക്കിയുടെ നേതൃത്വത്തിൽ ഒരു ഇലക്ഷൻ നടന്നു. അത് എൻ്റെ പല സുഹൃത്തുക്കളും ഡൽഹിയിൽ നിന്ന് അവിടെ പോയി പോളിംഗ് ഓഫീസേഴ്സായി. ഞാൻ കേട്ടത് അന്ന് ബാലറ്റ് പേപ്പർ CRPF മറ്റുമായിരുന്നു ഫില്ലപ്പ് ചെയ്ത്. അങ്ങനെ കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരികയും രാജീവ് ഗാന്ധി വന്നപ്പോൾ ആസാം അക്കോർഡ് ചെയ്ത് ആ സർക്കാരിനെ അവിടെ രാജിവെക്കാൻ പറയുകയും പുതിയ ഇലക്ഷൻ നടത്തി AGP വരികയും ചെയ്തു. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് TMC എന്നെ ഓർമ്മിപ്പിക്കുന്നത്. പക്ഷേ തമിഴ്നാട്ടിൽ വരുമ്പോൾ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരേ ഒരു പോൾസ്റ്ററാണ് പ്രെഡിക്റ്റ് ചെയ്തത്. TVKക്ക് ഒരു ഡാർക്ക് ഹോഴ്സാണ്, അദ്ദേഹത്തെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല, അദ്ദേഹത്തിന് ഒരു ഇതുണ്ട്. അത് എനിക്കൊന്ന് കോൺഗ്രസിന്റെ ലോക്കൽ യൂണിറ്റിന് ഒരു ഹിന്റ് കിട്ടിയിരുന്നു. മാണിക്യം താക്കൂർ എന്ന് പറയുന്ന ഒരു MP TVKയുമായിട്ട് അനാലിസിന് വേണ്ടി വളരെ സീരിയസ് ആയിട്ട് ശ്രമിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രവീൺ ചക്രവർത്തിയെ പോലെയുള്ള രാഹുൽ ഗാന്ധിയുടെ ഇന്നർ സർക്കിളിലെ ആൾക്കാരും അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഖർഗെയും മറ്റുള്ളവരും സീനിയർ നേതാക്കൾ പറഞ്ഞു DMK അവരുടെ പഴയ അലായാണ്, ഘടകകക്ഷിയാണ്, തമിഴ്നാട്ടിൽ കോൺഗ്രസിനെ സഹായിക്കുന്നവരാണ്, അതുകൊണ്ട് അവർ വിട്ടുപോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ അതുപോലെ തന്നെ ഇടതുപക്ഷ പാർട്ടികളും കോൺഗ്രസും TVK അതായത് വിജയുടെ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. എന്താണ് സർ ഈ മാറി മറിയുന്ന ഈ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ നമ്മളോട് പറയുന്നത്? ആസാമിലെ തെരഞ്ഞെടുപ്പ് ഒരു അത്ഭുതവുമില്ല. അതാണ് നാളെ BJPയുടെ മോഡൽ. അതായത് ഡീലിമിറ്റേഷൻ. അത് 30-35% മുസ്ലിങ്ങളുള്ള ഒരു സംസ്ഥാനത്ത് ഡീലിമിറ്റേഷൻ വഴി മുസ്ലിം ഡൊമിനേറ്റഡ് അസംബ്ലി സെഗ്മെന്റിൽ പോലും BJP ജയിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അവരെ മാറ്റാൻ കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് അതാണ് BJPയുടെ പുതിയ മോഡൽ, ഡീലിമിറ്റേഷൻ്റെ. അപ്പം അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അത് അവരുടെ ഒരു എക്സ്പെരിമെൻ്റ്, ഗുജറാത്ത് പോലെ ഒരു എക്സ്പെരിമെൻ്റായിട്ട് മാറിയിരിക്കുന്നു. പക്ഷേ തമിഴ്നാടും ബംഗാളും നമുക്ക് അങ്ങനെ വിസ്മരിക്കാൻ കഴിയില്ല. എന്താണ് താങ്കളുടെ അസസ്മെന്റ്? അത് നമ്മളുടെ ഇന്ത്യ എത്തി നിൽക്കുന്ന ഒരു 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 രാഷ്ട്രീയ അവസ്ഥയുടെ അതിന്റെ സങ്കീർണത അതോടെ എളുപ്പമല്ല. ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ RSS BJP ഭരിക്കുന്നു, അവർക്കെതിരായി യോജിക്കണം. ഇത് വളരെ ലളിതമായി ആർക്കും പറയാവുന്ന ഒരു ജനാധിപത്യ യുക്തിയാണ്. എന്നാൽ അത് പറയാൻ മാത്രമേ കഴിയുകയുള്ളൂ. അത് അത്ര എളുപ്പമല്ല എന്ന് നമ്മളെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തുന്ന സങ്കീർണതയാണ് ബംഗാളിലും തമിഴ്നാടിലും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ ജനാധിപത്യ അസ്തമയത്തിന്റെ ധർമ്മസങ്കടം, ഡിലമ്മ ഓഫ് ഫൈറ്റിംഗ് ദി RSS BJP ഫാസിസ്റ്റ് ഗവൺമെന്റ്. ഇതാണ് ഡിലമ്മ. എന്താണ് ഡിലമ്മ? ആലോചിച്ച് നോക്കൂ. ബംഗാളിൽ തിരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസ്, രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിനും MA ബേബിയുടെ CPIM-നും മുഖ്യ ശത്രുവിനെ പോലെ ആയിരുന്നു മമതാ ബാനർജി, അല്ലെ? എന്തെല്ലാമാണ് രാഹുൽ ഗാന്ധി ആ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത്, CPM പറഞ്ഞത്? ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കാണുന്നത് RSSന്റെ അതിന്റെ പദ്ധതി നടപ്പിലാക്കി 2 ലക്ഷം പട്ടാളക്കാരെയും കൊണ്ടുവന്ന് 91 ലക്ഷം ആളുകളെ ഒഴിവാക്കി അവർ ഒരു വിജയം സമ്പാദിച്ച നിമിഷം രാഹുൽ ഗാന്ധി മമതയെ വിളിക്കുന്നു, പിന്തുണ പറയുന്നു.
എനിക്കറിഞ്ഞൂടാ CPM എന്താണ് ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത് എന്ന്. എനിക്കറിഞ്ഞുകൂടാ ബംഗാളിന്റെ ഇടതുപക്ഷ മുന്നണി എന്ത് സമീപനമാണ് എടുത്തിട്ടുള്ളതെന്ന് പറയാൻ വയ്യ. 30 കൊല്ലം മുമ്പ് അവരെ പുറത്താക്കിയതിന്റെ ചൊരുക്ക്, ആ ചൊരുക്ക്, രാഷ്ട്രീയ ചൊരുക്ക് അവരെ എന്ത് നിലപാടിലേക്ക് എത്തിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ കോൺഗ്രസിലെ രാഹുൽ ഗാന്ധി വീണ്ടും ഒരു ഒലീവ് ചില്ലയുമായി മമതയുടെ അടുത്ത് പറയുന്നു, നിങ്ങൾ ഉറച്ചു നിൽക്കൂ, ഞാൻ നിങ്ങളുടെ പുറകെയുണ്ട്. അതെ, അതിലൊരു കൺസിസ്റ്റൻസിയും രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും നിലപാടുകളിൽ ഒരു സുതാര്യതയും കൺസിസ്റ്റൻസിയും ഉണ്ട്. തമിഴ്നാട്ടിലായാലും ബംഗാളിലായാലും. ഇപ്പോൾ ബംഗാളിൽ ഇന്നലെ വരെ പടപൊരുതിയ മമതയോട് സഹകരിക്കാൻ തയ്യാറാണ് BJPക്കെതിരെ എന്ന് പറയാനുള്ള സത്യസന്ധതയും സുതാര്യതയും രാഹുൽ ഗാന്ധിയുടെ നേതാവിനുണ്ട്. അതേപോലെ തന്നെ ഇത് പറഞ്ഞു, ഞാൻ CPM സ്റ്റേറ്റ് സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചോട്ടെ, എന്റെ പ്രസക്ത ഭാഗം മാത്രം. The results of West Bengal Legislative Assembly elections make it clear that people have voted against Trinamool's boundless corruption and authoritarian rule. The people of the state wanted the fall of the Trinamool Congress government. BJP has taken advantage of this anger. എന്നാണ് പറയുന്നത്. അതായത് അവർ ഒരു വിധത്തിൽ പറഞ്ഞാൽ അവർക്ക് സന്തോഷമാണ് ഇതിനകത്ത് കാണിക്കുന്നത്. സന്തോഷമാണ്. അതെ, രാഹുൽ ഗാന്ധിക്കല്ല. ആ വ്യത്യാസം തിരിച്ചറിയണം. രാഹുൽ ഗാന്ധിക്ക് സ്വന്തം ശത്രുവിന്റെ അസ്വസ്ഥതയിൽ സന്തോഷമില്ല. മമതയുടെ ഇന്ന് അനുഭവിക്കുന്ന മമതയുടെ അവസ്ഥയിൽ അവരുമായി അതിൽ സന്തോഷിക്കുകയല്ല. CPM സന്തോഷിക്കുകയാണെങ്കിൽ അത് അതിന്റെ അർത്ഥം അവരുടെ ജനാധിപത്യ സങ്കല്പത്തിന്റെ ആ ചുരുക്ക്, അവരുടെ മനസ്സിന്റെ ചുരുക്ക്, അവരുടെ കമ്മ്യൂണിസ്റ്റ് ബോധ നിലവാരത്തിന്റെ ചുരുക്ക്. അതായത് വിപ്ലവം എന്നുള്ളത് വെറും രാഷ്ട്രീയ പകയല്ല, മൂർത്ത സാഹചര്യങ്ങളുടെ മൂർത്ത വിശകലനമാണ്. ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു മുഖ്യ ശത്രുവേ ഉണ്ടാകൂ എന്ന അടിസ്ഥാന ലെനിനിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ തിരസ്കാരമാണ് താങ്കൾ ഈ പറയുന്നത് പോലെ വെസ്റ്റ് ബംഗാളിൽ മമതയുടെ പതനത്തിൽ ആസ്വദിക്കുന്ന ഒരു ഇടതുപക്ഷം. എനിക്ക് തോന്നുന്നില്ല മുഴുവൻ ഇടതുപക്ഷവും അങ്ങനെ ആയിരിക്കുമെന്ന്. എനിക്ക് തീർച്ചയായും CPMന്റെ ആണെങ്കിൽ പോലും അവർക്ക് CPMന് ആകെ കിട്ടിയത് 4.5% വോട്ട് മാത്രമാണ്. 1% വോട്ട് പോലും കൂടിയിട്ടില്ല ഈ കഴിഞ്ഞ 5 കൊല്ലമായിട്ട്. ഒരു കനൽത്തരി പോലെ ഒരു സീറ്റാണ് ആകെ ലഭിച്ചിരിക്കുന്നത്. എന്നിട്ടും രാഷ്ട്രീയ സ്വാധീനമല്ല, ഒരു അന്തരീക്ഷം, ഒരു ഫാസിസ്റ്റ് വിരുദ്ധ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് സഹകരിക്കുന്നില്ലെങ്കിൽ ഇടതുപക്ഷം ബംഗാളിൽ വീണ്ടും ജനമനസ്സുകളിൽ നിന്ന് മാറാനാണ് പോകുന്നതെന്ന് ഞാൻ ഭയപ്പെടുന്നു. കാരണം താങ്കൾ ആലോചിച്ചു, ഇപ്പോൾ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞ ന്യായം തമിഴ്നാട്ടിലേക്ക് എന്താണ് പറയാത്തത്? തമിഴ്നാട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അത് ഒന്നൊന്ന് പറയാൻ സമ്മതിക്കണം, അനുവദിക്കണം. TVK എന്ന കക്ഷിക്ക് കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 5 MLA മാത്രമുള്ള കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. TVK അത് സ്വീകരിച്ചു കഴിഞ്ഞു. ഞാൻ അറിയുന്നത് ഇന്ന് രാവിലെ ഈ താങ്കളുമായിട്ട്, വാസ്തവത്തിൽ താങ്കൾ കാരണം എനിക്ക് ബംഗാൾ തമിഴ്നാട് രാഷ്ട്രീയം വേണ്ടത്ര ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് കേരളത്തിന്റെ ഈ ഊന്നൽ കൊണ്ട്. പക്ഷെ തമിഴ്നാട്ടിൽ ഞാൻ മനസ്സിലാക്കിയത് മുസ്ലിം ലീഗ് ഒരു പക്ഷേ കോൺഗ്രസിനോടൊപ്പം TVK, അതായത് തമിഴ്നാട്ടിൽ ഒരു BJPയുടെ പ്രോക്സി ഭരണം വരാതിരിക്കാൻ, അതായത് AIDMK TVK ഐക്യത്തിലൂടെ അതൊരു പ്രോക്സി BJP മോഡി RSS ഭരണമായിരിക്കും എന്ന് ഉറപ്പ്, അത് വരാതിരിക്കാൻ. അല്ലെങ്കിൽ വേറൊരു അപകടം, ഇവിടെ മന്ത്രിസഭ ഇല്ലാതിരുന്നാൽ നേരിട്ട് രാഷ്ട്രപതി ഭരണത്തിന്റെ രൂപത്തിൽ മോഡി ഷാ ഭരണം തമിഴ്നാട്ടിൽ കൊണ്ടുവരും. എങ്ങനെ തമിഴ്നാട്ടിൽ 1 സീറ്റ് മാത്രം BJPക്ക് കൊടുത്ത തമിഴ്നാട്ടിൽ കേന്ദ്ര ഭരണം ഷായുടെയും മോഡിയുടെയും ഭരണം വരും. അല്ലെങ്കിൽ TVK വിജയ് അവരുടെ RSSന്റെ ഒരു ഉപകരണമായി മാറും. ഇതിനിടയ്ക്ക് ഒരു ദേശീയ ജനാധിപത്യ കക്ഷി എന്ത് ചെയ്യണം? DMKയുടെ കൂടെ മത്സരിച്ച് അവരെ ബലത്തിൽ വഞ്ചിച്ചുകൊണ്ട് ഇവർക്ക് പിന്തുണ കൊടുക്കണോ? ഇതാണ് ധർമ്മസങ്കടം. രാഷ്ട്രീയത്തിലെ ധർമ്മസങ്കടങ്ങളും രാഷ്ട്രീയ പത്രപ്രവർത്തനത്തിന്റെയൊക്കെ ഭാഗമായി മനസ്സിലാക്കാൻ കഴിയില്ലാണ്, അല്ലാതെ കറുപ്പും വെളുപ്പും പറഞ്ഞു പഠിപ്പിക്കലല്ല മാധ്യമ പ്രവർത്തനം. ഈ ധർമ്മസങ്കടമുണ്ട്. നൈതികമായി DMKയുടെ കൂടെ നിന്ന് ജയിച്ച് 5 സീറ്റ് മേടിച്ച കോൺഗ്രസ്
ചെയ്യുന്നത് ശരിയാണോ അല്ലയോ? ഒറ്റ നോട്ടത്തിൽ അല്ല, വഞ്ചനയാണ്. അത് സ്റ്റാലിനെ പോലെ കൃത്യമായ BJP വിരുദ്ധ രാഷ്ട്രീയമുള്ള DMK മുന്നണിയുടെ അംഗമായിരുന്ന് അവരെ മുഖ്യ ശത്രുവായി കാണുന്ന TVKക്ക് പിന്തുണ കൊടുക്കുക ആ ഒറ്റ നോട്ടത്തിൽ വലിയ വഞ്ചനയാണ്. പക്ഷെ ഇന്ത്യൻ സന്ദർഭത്തിൽ അത് വഞ്ചനയാണോ എന്ന് തീരുമാനിക്കലാണ് ഉയർന്ന നൈതികത. അത് നിങ്ങൾ തിരിച്ചറിയേണ്ടത്, നിങ്ങൾ ആരാണ് ഈ രാജ്യത്തിന്റെ മുഖ്യ ശത്രു? അയാൾക്ക് തമിഴ്നാട്ടിൽ എന്തെങ്കിലും സ്വാധീനം ഉണ്ടാക്കി കൊടുക്കുന്നതാണോ വലുത്, അതോ ഈ വഞ്ചന എന്ന ഈ ആരോപണം കേൾക്കലാണോ വലുത്? എനിക്ക് കൂടെ അവിടെയും CPI 2 സീറ്റുണ്ട്, CPM 2 സീറ്റുണ്ട്, VCK 2 സീറ്റുണ്ട്, ലീഗിനൊരു സീറ്റുണ്ട്. അവരെ തീരുമാനിക്കുന്നത് ഇതുമായിട്ടും അറിയിച്ചിട്ടില്ല. കോൺഗ്രസിന് കുറച്ചുകൂടി എളുപ്പമാണ്, കാരണം കോൺഗ്രസ് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വിജയിയുമായി പോകാൻ താല്പര്യം ഉണ്ടായിരുന്ന ഒരു കക്ഷിയാണ്. അവർക്ക് ഭരണത്തിൽ പങ്കാളിത്തം വേണമെന്ന് പറഞ്ഞു നടന്നിരുന്ന കോൺഗ്രസ് ആണ്. പക്ഷെ CPM CPI ഇപ്പൊ ബംഗാളിലെ സഖാക്കൾ പറഞ്ഞ ന്യായമാണെങ്കിൽ ജനവിധി TVKക്ക് അനുകൂലമാണ്. അതുകൊണ്ട് TVKയുടെ ഭരണത്തിന് വേണ്ടി ഞങ്ങൾ വരുന്നുവെന്ന് പറഞ്ഞ TVK പിന്തുണയ്ക്കാമല്ലേ? കേട്ടിടത്തോളം അങ്ങനെ ഒരു നീക്കമാണ് ഇടതുപക്ഷ പാർട്ടികളും ചെയ്യുന്നത് എന്ന് കേട്ടു. മുസ്ലിം ലീഗ് എനിക്കറിഞ്ഞുകൂടാ. അങ്ങനെയാണെങ്കിൽ നല്ലത്. പക്ഷെ ആ ലോജിക്ക് ബംഗാളിൽ ഇല്ല എന്നുള്ളതും സഖാക്കൾ തിരിച്ചറിയും. ബംഗാളിലെ കുടിപ്പക, അതാണ് നമ്മൾ ചർച്ച ചെയ്ത അവിടെ കുടിപ്പകയുടെ രാഷ്ട്രീയവും ഇവിടെ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയവും അല്ലെ? തമിഴ്നാട്ടിൽ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം, ബംഗാളിൽ കുടിപ്പകയുടെ രാഷ്ട്രീയം. ഇതിലെ വൈരുദ്ധ്യം, ഈ പരിഹാസ്യമായ വൈരുദ്ധ്യം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേർന്നതല്ല. എനിക്ക് അത്ര മാത്രമേ പറയാൻ. അത് തന്നെയാണ് സർ ഇന്നലെ കേരളത്തിലെ ഇലക്ഷനെ അനലൈസ് ചെയ്തുകൊണ്ട് CPM സെൻട്രൽ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിന്റെ സ്റ്റേറ്റ്മെന്റ് അവർ പറയുന്നതൊക്കെ പിന്നെയും അതുപോലെ തന്നെ, ഞങ്ങൾ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു, പക്ഷേ ജനങ്ങൾ അത് കേട്ടില്ല എന്നുള്ള. നമ്മുടെ മലയാളത്തിലൊരു ചൊല്ലുണ്ട് ചെറിയാൻ, നമ്മുടെ മലയാളത്തിൽ ചൊല്ലുണ്ട്, എന്നെ തല്ലണ്ട അമ്മാവ ഞാൻ നന്നാവില്ല. അപ്പൊ അതിനെ സൂചിപ്പിക്കുന്ന ഒരു സങ്കുചിതമായ സെക്ടേറിയൻ ഇതിലാണ് ഈ ആകെ തകർന്നു കിടക്കുന്ന CPM. അപ്പോൾ ഇവർ വിജയിച്ചിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും നിലപാടെടുക്കുക എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്ര ദുർബലമായി ഒരു MLAയും 4%, 4.5% വോട്ടുമുള്ള ഒരു പാർട്ടി ഇപ്പോഴും ജീവിക്കുന്നത് ഭൂതകാലത്തിലാണ്. അപ്പോൾ ഇവർക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിൽ എന്തായിരിക്കും സ്ഥിതി? അതുകൊണ്ട് നമ്മൾ വളരെ ഇടതുപക്ഷം, ഇന്ത്യൻ ഇടതുപക്ഷവും വലിയ പ്രതിസന്ധിയിൽ കൂടിയാണ്, ധാർമ്മിക പ്രതിസന്ധിയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയ ശരീരവും അപ്രതീക്ഷിതമായിട്ടുള്ള വിള്ളലുകളിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ മറികടക്കാനുള്ള കൗശലം ഇന്ത്യയിലെ മതനിരപേക്ഷ പാർട്ടികൾക്കുണ്ടോ? അതിനുവേണ്ട ഐക്യത്തിന് അവരെന്ത് വില കൊടുക്കാൻ തയ്യാറാവും എന്നുള്ള വളരെ വളരെ ഔദ്യോഗികജനകമായ ദിവസങ്ങളിലേക്കാണ് ഇന്ത്യ പോകുന്നത്. പ്രത്യേകിച്ച് ബംഗാളിനെ പോലെ 1905 വെട്ടിമുറിച്ച് വർഗീയ കലാപങ്ങൾ നടന്ന ബംഗാൾ, തൊട്ടടുത്ത അതിർത്തി സംസ്ഥാനമായ ആസാം ഇന്ന് ഹിന്ദു രാഷ്ട്രവാദികൾ അധികാരം പിടിച്ചെടുത്തിരിക്കുന്ന അവസ്ഥയിൽ ഇന്ന് ചരിത്രത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ അല്ല, അത് എനിക്ക് തോന്നുന്നത് അത് രാഹുൽ ഗാന്ധി മനസ്സിലാക്കി അദ്ദേഹം അതുകൊണ്ടാണ് TMCയോട് സംസാരിക്കുകയും മമത അത് റെസ്പോണ്ട് ചെയ്തു. നമ്മൾ ഇന്ത്യ ബ്ലോക്കിലാണ്, ഇന്ത്യ ബ്ലോക്കിൽ ശക്തമായി നിൽക്കും എന്ന മമതയും അതിന് റെസ്പോണ്ട് ചെയ്തു. അത് എനിക്ക് തോന്നുന്നു ഇന്ത്യ ബ്ലോക്കിന് പൊതുവെ ഒരു ശുഭസൂചനയാണ്. സൂചനയാണെങ്കിലും ഞാൻ ഒരു കാര്യം പറയാം, മമതയോ ആപ്പോ നിന്ന പോലെ DMKക്കും സ്റ്റാലിനും പഴയ പോലെ ഇന്ത്യ ബ്ലോക്കിൽ തുടരുക എന്നുള്ളത് വളരെ വിഷമം പിടിച്ച തീരുമാനമാണ്. അവർക്ക് 20 DMK MP-മാരുണ്ട് പാർലമെന്റിൽ, നിർണായകമായ ബിൽ. അതെ, അപ്പോൾ നമുക്ക് ജനാധിപത്യവാദികൾക്ക് സ്റ്റാലിനോട് അഭ്യർത്ഥിക്കാനേ കഴിയൂ, പൊറുക്കണം, നിങ്ങൾ ദയവായി ഇന്ത്യ ബ്ലോക്കിൽ തുടരണം. ഇടതുപക്ഷ പാർട്ടികളും മമതയും ആപ്പും തുടരുന്ന പോലെ തമിഴ്നാട്ടിൽ എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും പാർലമെന്റിലും പുറത്തും നിങ്ങൾ ഇന്ത്യ ബ്ലോക്കിന്റെ കൂടെ നിൽക്കാൻ തീരുമാനിക്കണമെന്ന് അഭ്യർത്ഥിക്കാം. നമുക്ക് അത്രയേ ഉള്ളൂ. അത് മനസ്സിലാക്കിയിരിക്കണം. കോൺഗ്രസ് ഇന്നലെ സ്റ്റേറ്റ്മെന്റ് ഇറക്കി TVKയുടെ സപ്പോർട്ട്
തമിഴ്നാട് യൂണിറ്റ് തീരുമാനിക്കും, ഞങ്ങൾ അവർക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. എനിക്കൊന്ന് അതായിരിക്കും അതിന്റെ ഒരു അന്തർധാര. അതായത് കോൺഗ്രസ് തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അവരുടെ 5 MLA-മാരിൽ ഒരു മന്ത്രിയും ഉണ്ടാവും, അത് വേറെ കാര്യം. അതിനെപ്പറ്റി ഇനി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ അതുകൊണ്ട് മാത്രം അവരുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഡൽഹിയിൽ നിന്നുള്ളത്, അതായത് ഈ തീരുമാനം പക്ഷെ അത് അറിഞ്ഞുകൊണ്ടാണ്, അത് പരസ്പരം 2 നേതൃത്വവും അറിഞ്ഞുകൊണ്ട് ഇറക്കിയ പ്രസ്താവനയാണ്. അത് അവര് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ തീരുമാനം എടുത്തു കഴിഞ്ഞു. പക്ഷേ മുസ്ലിം ലീഗ്, ഇടതുപക്ഷം, BCK തുടങ്ങിയ കക്ഷികൾ കൂടി എടുത്താൽ മാത്രമേ ഭരിക്കാൻ വേണ്ട ഭൂരിപക്ഷം വിജയനുണ്ടാവുകയുള്ളൂ. അതിന്റെ ദിവസങ്ങളാണ് ഈ അറിയുന്ന ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒരു സ്റ്റേറ്റ്, അതായത് ഇന്നത്തെ സിറ്റുവേഷനിൽ BJP-ക്ക് ഒരു ഹോൾഡും ഇല്ലാത്ത ഒരു പ്രദേശമാണ് തെക്കേ ഇന്ത്യ. PDP അവരുടെ പാർട്ണർ ആണെങ്കിലും BJP-ക്ക് അവിടെ വലിയ ഹോൾഡ് ഇല്ല. നമുക്കറിയാം, തമിഴ്നാട്ടിൽ 1 സീറ്റാണ്, കേരളത്തിൽ 3 സീറ്റുണ്ട്, പക്ഷേ കർണാടകത്തിൽ ഒരു പ്രസൻസ് ഉണ്ട് അവർക്ക്. അപ്പോൾ അതായത് വിന്ധ്യന് തെക്ക് BJP-യുടെ അല്ലെങ്കിൽ താങ്കൾ പറയുന്ന ആ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ ഹോൾഡ് വളരെ കുറവാണ്. അതാണ് അവരെ സംബന്ധിച്ചോളം ഏറ്റവും പുതിയ ചലഞ്ച്. കേരളത്തിലേക്ക് അല്ലെങ്കിൽ സൗത്തിലേക്ക് എങ്ങനെ ഇടിച്ചു കയറാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അത് തടയിടാൻ ഇന്ത്യ ബ്ലോക്കിനെ കഴിയുള്ളൂ. അതാണ് ഇന്ത്യ ബ്ലോക്കിന്റെ ഭാവിയും, എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ള റീജിയണൽ പാർട്ടികളുടെ ഭാവിയും അതിനെ ആശ്രയിച്ചിരിക്കും. TMC ആണേലും DMK ആണേലും. അപ്പൊ ഇത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ മനസ്സിലാക്കി മുന്നോട്ട് പോകും. അതിൽ CPM-നും, കേരളത്തിലെ CPM-ന് കോൺഗ്രസുമായിട്ട് എത്ര വിരോധമുണ്ടെങ്കിലും നാഷണലി അവർക്കും ഈ കൂട്ടത്തിൽ നിന്നേ പറ്റുകയുള്ളൂ എന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷെ അത് കേരളത്തിലെ ബംഗാളിലെ പോലെ കുടിപ്പക കേരളത്തിലെ CPM-ന് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.